ഹായ് മിഷപ്പരേ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോഴേ ഇത് അടിപൊളി നല്ലൊരു ക്യാരറ്റ് ഉണ്ട് കേട്ടോ കയ്യിൽ. അപ്പോൾ നമ്മളൊരു ക്യാരറ്റ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു പുഡിങ്ങാണ് സെറ്റാക്കുന്നത്. എങ്ങനെയെന്നല്ലേ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോഴേ ഞാൻ അത്യാവശ്യം സൈസുള്ള ഒരു ക്യാരറ്റാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആദ്യം പുറം തൊല്ലുന്നു നമുക്ക് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമേ. ഇനി നമുക്ക് ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏത് ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. മാക്സിമം കനം കുറച്ചെടുത്ത് കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് ക്യാരറ്റ് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്യാരറ്റ് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ക്യാരറ്റ് എല്ലാം കട്ട് ചെയ്തോ. ഇനി അടുപ്പത്ത് ഒരു പാത്രം വെച്ചു, അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളമാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കണക്കിന് നമുക്ക് പാല് ചേർക്കാം. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കറക്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് കൊടുത്തിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിൽ നോക്കുക. അപ്പോൾ ഞാൻ ചേർത്തതും കറക്റ്റ് ചേരുവകളും കാര്യങ്ങളും അളവും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായി കൊടുത്തിരിക്കാമേ. അപ്പോൾ ഇനി നമ്മൾ മെയിനായിട്ടുള്ള പരിപാടി ഈ ക്യാരറ്റും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ പാലൊന്ന് നല്ലപോലെ തിളച്ച് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വേണമെങ്കിൽ കുറച്ചൊന്ന് വേണമെങ്കിൽ അടച്ചു വെച്ചൊക്കെ നോക്കാം കേട്ടോ. പക്ഷേ പാല് തിളച്ച് കളയാതെ പ്രത്യേകം സൂക്ഷിക്കുക. ഇനി നമുക്കതേ ഒരു പാത്രം എടുത്ത് കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ചൈന ഗ്രാസ് അതിലൊന്ന് നല്ലപോലെ ഒന്ന് കുതിർത്തെടുക്കാമേ. അങ്ങനത്തെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പാലും ക്യാരറ്റ് അതായത് നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ക്യാരറ്റ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഒരു ക്യാരറ്റ് കഷ്ണം എടുത്ത് നമ്മൾ അമർത്തി നോക്കുമ്പോൾ നമുക്കറിയാം നല്ലപോലെ വെന്ത് തുടങ്ങി കേട്ടോ. കൈകൊണ്ട് നമ്മളിങ്ങനെ അമർത്തുമ്പോഴേ നന്നായിട്ട് വെന്ത് തുടങ്ങി വരുന്നതാണ് നമ്മുടെ പരുവം. അപ്പോൾ ഇനി നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാമേ അതിനെ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടോ. എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ച് സെറ്റാക്കി എടുക്കാനാണ്. ശരി, അപ്പോൾ ഇതെന്തായാലും നല്ലപോലെ ഒന്ന് തണുക്കാൻ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാനുണ്ട് കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചൊന്ന് സെറ്റാക്കണേ. എന്നിട്ട് നമ്മുടെ ചൈന ഗ്രാസ് നമുക്ക് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് അലിയിച്ചെടുക്കാമേ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ അലിയിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് നല്ലതുപോലെ ഒന്ന് അലിയിച്ച് സെറ്റാക്കി എടുക്കാമേ. അപ്പോൾ ഇത് എങ്ങനെ ചൈന ഗ്രാസും പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിട്ട് നമ്മുടെ ക്യാരറ്റ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാമേ. ആ പാലോടെ ഒരുമിച്ച് തന്നെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ച് സെറ്റാക്കി എടുക്കാമേ. അങ്ങനെ നമ്മൾ ക്യാരറ്റ് നല്ലപോലെ അരച്ചെടുത്ത് അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസിലേക്ക് നമ്മളത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചെറു ചൂടുണ്ട് കേട്ടോ നമ്മുടെ ചൈന ഗ്രാസിന്. ആ ചെറു ചൂടോടെ തന്നെ ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ ചൈന ഗ്രാസ് പെട്ടെന്ന് സെറ്റായി പോവേ. അപ്പോൾ അതുകൊണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് ലേശം വാനില എസൻസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ വേണമെങ്കിലും പാത്രമൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് ഈ പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതിൻ്റെ അടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടപ്പൊക്കെ നല്ലപോലെ അടച്ചതിന് ശേഷം ഞാനൊരു 3 മണിക്കൂർ വരെ ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറിന് ശേഷം നമുക്ക് കാണാമേ.
അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പുഡിംഗ് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിനൊന്ന് ഒരു ഇലയിലേക്ക് തട്ടാം കേട്ടോ. ഇലയിലിട്ടൊന്ന് പതുക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ആ പാത്രത്തിൽ നിന്ന് നമ്മൾ ഇലയിലേക്ക് തട്ടുന്ന സമയം തന്നെ അടിപൊളിയായിട്ട് സംഗതി പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നു കേട്ടോ. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇത് കട്ട് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ ഷേപ്പോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയ സംഗതി അടിപൊളിയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതിൽ കാണുന്ന ഈ ഒരു കുഞ്ഞു പാട് കാര്യങ്ങളൊക്കെ അത് നമ്മൾ ക്യാരറ്റിന് തന്നെയാണ് കേട്ടോ. ഇല്ലെങ്കിൽ വേണമെങ്കിൽ ക്യാരറ്റ് നിങ്ങൾക്ക് മിക്സിയിലൊക്കെ നല്ലപോലെ അടിച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ആ കുഞ്ഞു പീസസ് ഒന്നും കാണത്തില്ല. പീസായിട്ടല്ല കേട്ടോ, ചെറിയൊരു ഇതേ ഉള്ളൂ. പെട്ടെന്ന് കഴിക്കുന്ന സമയത്ത് അറിയത്തില്ല കേട്ടോ. അങ്ങനെ സംഗതി അടിപൊളിയാണേ. അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പോൾ സംഗതി അടിപൊളി മച്ചാൻ വരെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും വീട്ടിൽ ചെയ്ത് നോക്കുക. സംഗതി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു കിടക്കാച്ചി വീഡിയോ കാണാം. അതുവരെ ബൈ.